പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് ആണ് കേട്ടോ. KCA LSS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത്. മക്കൾ മുഴുവനായിട്ട് കാണുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. മറ്റ് 5 വിഷയങ്ങൾ നൽകിയിട്ടുണ്ട്. അതും കൂടി പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് മാത്സിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. EVSൻ്റെ ബാക്കിയായിട്ടാണ് വരിക കേട്ടോ. നമ്പർ: ഒരു ഫാക്ടറിയിലെ 82 തൊഴിലാളികളിൽ 43 സ്ഥിരം തൊഴിലാളികളും ബാക്കി താൽക്കാലിക തൊഴിലാളികളുമാണ്. സ്ഥിരം തൊഴിലാളികൾക്ക് 850 രൂപയും താൽക്കാലിക തൊഴിലാളികൾക്ക് 600 രൂപയുമാണ് ദിവസവേതനം. സ്ഥിരം തൊഴിലാളികളുടെ ദിവസക്കൂലി 55 രൂപയും താൽക്കാലിക തൊഴിലാളികളുടെ ദിവസക്കൂലി 45 രൂപയും വർദ്ധിപ്പിച്ചു. അതിൽ ക്വസ്റ്റ്യന്: സ്ഥിരം തൊഴിലാളികളുടെയും താൽക്കാലിക തൊഴിലാളികളുടെയും വർധനവിന് മുമ്പുള്ള ഒരു ദിവസത്തെ കൂലിയുടെ വ്യത്യാസം എത്രയാണ്? 850 കുറക്കണം 600 സമം 250. കൂലി വർദ്ധിച്ചപ്പോൾ സ്ഥിരം തൊഴിലാളികൾക്കും താൽക്കാലിക തൊഴിലാളികൾക്കും കൂടി ഒരു ദിവസത്തേക്ക് കൂലി ഇനത്തിൽ എത്ര രൂപ വേണ്ടി വരും? സ്ഥിരം തൊഴിലാളികളുടെ കൂലി 850 ആണ്, വർദ്ധിച്ചത് 55 രൂപ. അപ്പോൾ എത്രയാണ് ആൻസർ? 905. താൽക്കാലിക തൊഴിലാളികളുടേത് 600 രൂപ, വർദ്ധിച്ചത് 45 രൂപ. അപ്പോൾ 645. ഇനി സ്ഥിരം തൊഴിലാളികൾ 43 ആണ്. 43 ഗുണിക്കണം 905. താൽക്കാലിക തൊഴിലാളികൾ 39 ആണ്. എങ്ങനെ കണ്ടെത്തിയത്? 82 തൊഴിലാളികളാണുള്ളത്. അതിൽ സ്ഥിരം തൊഴിലാളികൾ 43 ആണ്. അന്ന് കുറക്കുക 39 കിട്ടും. രണ്ടും ഗുണിച്ചതിന് ശേഷം ആൻസർ കൂട്ടുക. ഓക്കെ, മനസ്സിലായില്ലേ? മക്കൾക്ക് ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ആവർത്തിച്ച് വായിക്കുക കേട്ടോ. അതിൽ ക്വസ്റ്റ്യന്: മികച്ച തൊഴിലാളികളെ അനുമോദിക്കാൻ 996 രൂപയ്ക്ക് 4 ട്രോഫി വാങ്ങി എങ്കിൽ ഒരു ട്രോഫിയുടെ വില എത്ര? 996 ഹരിക്കണം 4. ആൻസർ 249 കിട്ടും. നിങ്ങൾ പെട്ടിയിലിട്ടാണ് ഹരിക്കൽ. തായും മേരി സംഖ്യകളിട്ട് വെട്ടി ഹരിച്ചു നോക്കൂ, പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഇവിടെ 9ൽ എത്ര 4 ഉണ്ട്? 2 4. ശിഷ്ടം 1 ഉണ്ട്, അത് 9ൻ്റെ ഇടത് സൈഡിലിട്ടാൽ 19 കിട്ടും. 19ൽ എത്ര 4 ഉണ്ട്? 4 4 16 ആണ്. അപ്പോൾ 4 പ്രാവശ്യം പോകും. പിന്നെ ശിഷ്ടം എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലേ. 36ൽ എത്ര 4 ഉണ്ട്? 9 4 അല്ലേ. 9 4 36. അങ്ങനെ 249 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ് അല്ലേ. സിമ്പിളായിട്ടൊരു ക്ലാസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ചതുരം, സമചതുരം, ചുറ്റളവ്. നിർബന്ധമായിട്ടും പഠിക്കണം മക്കൾ. ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൽ ചീര, വെണ്ട, പയർ എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ. ഇനി സമചതുരാകൃതിയിലുള്ള ചീരത്തോട്ടത്തിൻ്റെ ചുറ്റളവ് 36 മീറ്റർ ആയാൽ ഒരു വശത്തിൻ്റെ നീളം എത്ര? വശത്തിൻ്റെ നീളം കാണാൻ ചുറ്റളവ് ഹരിക്കണം 4. 4 വശങ്ങളാണല്ലോ. 4 വശങ്ങളും തുല്യമാണ്. അപ്പോൾ ചുറ്റളവ് ഹരിക്കണം 4. ഇവിടെ 36 ഹരിക്കണം 4 എത്ര കിട്ടുക? ആൻസർ 9 കിട്ടും. വെണ്ടത്തോട്ടത്തിൻ്റെ വീതി 5 മീറ്റർ ആയാൽ ചുറ്റളവ് എത്ര? എന്ത് ചെയ്യണമെന്നറിയോ? ചിത്രത്തിൽ കിട്ടുന്ന അളവുകളൊക്കെ രേഖപ്പെടുത്തണം. ചിത്രം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചിത്രം വരക്കണം കേട്ടോ. ചതുരാണോ സമചതുരാണോ ഒന്ന് വരച്ച് രേഖപ്പെടുത്തണം. എന്നാലും മക്കൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചീരത്തോട്ടത്തിൻ്റെ 4 വശങ്ങളും കിട്ടി. എത്രയാണ്? 9. ഇവിടെ വെണ്ടത്തോട്ടത്തിൻ്റെ നീളം നമുക്ക് കിട്ടിയിട്ടുണ്ട് 9. വെണ്ടത്തോട്ടത്തിൻ്റെ വീതി 5. അപ്പോൾ എന്ത് ചെയ്യണം? ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? ചുറ്റളവ് സമം 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. 2 ഗുണിക്കണം 9 + 5 സമം 2 ഗുണിക്കണം 14. ആൻസർ എത്രയാണ്? 28. ചുറ്റളവ് സമം 28. മക്കൾ ക്രിയകളൊക്കെ ദാ ഈ സൈഡിൽ എഴുതണം കേട്ടോ. ആൻസർ ഇതുപോലെ ഈ കള്ളിയിലേക്ക് എടുത്ത് എഴുതുക. മക്കൾ സ്ഥലമില്ലെങ്കിൽ മുകളിലായിട്ടും സൈഡിലായിട്ടും ഒക്കെ എഴുതി വെക്കുക. ആൻസർ ഈ കള്ളിയിൽ ഫസ്റ്റ് എഴുതണം. എൻ്റെ പൊന്നു മക്കൾക്ക് മനസ്സിലാവണില്ലേ? മക്കൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ക്വസ്റ്റ്യന്: കൃഷിത്തോട്ടത്തിൻ്റെ മൊത്തം ചുറ്റളവ് 52 മീറ്റർ ആയാൽ പയർത്തോട്ടത്തിൻ്റെ വീതി എത്ര? ചുറ്റളവ് തന്നിട്ടുണ്ട് 52 മീറ്റർ. നീളം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഒരു ഭാഗത്ത് 9 5. 9 5 എത്രയാണ്? 14. 2 ഭാഗം 14 + 14 എത്രയാണ്? 28. അതിനോട് 18 കൂട്ടണം സമം 46. 52 കുറക്കണം 46 സമം 6. 2 വശത്തിൻ്റെയും വീതിയാണ് 6. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുക 3. ആൻസർ എത്രയാണ്? 3. ക്വസ്റ്റ്യന്: കൃഷിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടാൻ മീറ്ററിന് 125 രൂപ നിരക്കിൽ ഒരു വരി കമ്പിവേലി കെട്ടാൻ എത്ര രൂപ വേണം? 125 ഗുണിക്കണം 52. അതായത് എത്രയാണോ രൂപ അതിനുകൊണ്ട് ചുറ്റളവ് ഗുണിക്കുക. ആൻസർ 6500. ഹരി ഗണിത ക്ലാസ്സിൽ 24നെ 13 കൊണ്ട് ഗുണിക്കാൻ 24നെ 10 കൊണ്ട് ഗുണിച്ചു.
ഉത്തരത്തിലെത്താൻ ഇനി എത്ര കൂടി കൂട്ടണം? ഇങ്ങനെ എഴുതുക. 24 ഗുണിക്കണം 13, 24 ഗുണിക്കണം 10 എഴുതുക. 3ഉം 10ഉം കുറച്ചാൽ 3 ആണ് അല്ലേ. 24നെ 3 കൊണ്ട് ഗുണിച്ചാൽ 72 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുമയുടെ കയ്യിൽ 5, 7, 1, 6 എന്നീ സംഖ്യകൾ എഴുതിയ സംഖ്യാ കാർഡുകളുണ്ട്. ഈ 4 സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് സുമക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഇരട്ട സംഖ്യകളുടെ എണ്ണം. ആൻസർ 6. എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? 6 ആണ് ഇരട്ട സംഖ്യ അല്ലേ. അപ്പോൾ 5നെയും 7നെയും 1നെയും ഈ 2 പ്രാവശ്യം എഴുതണം. 6 ലാസ്റ്റ് വരണം. അങ്ങനെ 6 പ്രാവശ്യം എഴുതാം. അടുത്തത് 54 ഗുണിക്കണം 26ന് തുല്യമായ ഉത്തരം ഏത്? ആൻസർ സി. 50 ഗുണിക്കണം 26 പ്ലസ് 4 ഗുണിക്കണം 26. നെക്സ്റ്റ്. 1000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഒരു ടാങ്കിൽ ഇപ്പോൾ 250 ലിറ്റർ വെള്ളമുണ്ട്. ഒരു മിനിറ്റിൽ 150 ലിറ്റർ വെള്ളം ടാങ്കിലെത്തും. ടാങ്ക് നിറയാൻ എത്ര സമയം മോട്ടോർ പ്രവർത്തിപ്പിക്കണം? 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്, അതിൽ 250 ലിറ്റർ വെള്ളമുണ്ട്. അത് രണ്ടും കുറക്കുക. ആൻസർ എത്ര കിട്ടും? 750 കിട്ടും. 750നെ 150 കൊണ്ട് ഹരിക്കുക. 751 പൂജ്യവും 151 പൂജ്യം വെട്ടി 75ൽ എത്ര 15 ഉണ്ട്? 5. ആൻസർ 5 മിനിറ്റ്. ഓണത്തിന് കുട്ടികൾക്ക് നൽകാനുള്ള 12 ടൺ 5 ക്വിൻ്റൽ 47 കിലോഗ്രാം അരി ഗോഡൗണിൽ ഇറക്കുകയാണ്. അരിയുടെ അളവിനെ കിലോഗ്രാമിലേക്ക് മാറ്റി എഴുതുക. 12 ടൺ എന്നാൽ 12,000, 5 ക്വിൻ്റൽ 500, 47 ഇത് കൂട്ടിയാൽ എത്ര കിലോഗ്രാം എന്ന് കിട്ടും? ആൻസർ 12,547. ഇതാ ഇവിടെ പാറ്റേൺ നൽകിയിട്ടുണ്ട്. 7ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ എഴുതുക. എങ്ങനെ എഴുതാം? 1 + 2 = 3 ആണ്. അതുപോലെ 3 + 4 7. അതുപോലെ ഓരോ വരിയിലും ഇരട്ട സംഖ്യ കൂട്ടിപ്പോവുക. 2, 4, 6. ഇപ്പോൾ ഇവിടെ ആൻസർ 43 ആണ്. മീനു ഭക്ഷണ കൂപ്പൺ വാങ്ങാൻ വരിയിൽ നിൽക്കുകയാണ്. മുന്നിൽ നിന്ന് 12ാമതും പിന്നിൽ നിന്ന് 8ാമതും മീനു നിൽക്കുന്നതെങ്കിൽ വരിയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എത്ര? ഇത് രണ്ടും കൂട്ടുക കേട്ടോ. 12 + 8 = 20. 20ൽ നിന്ന് 1 കുറക്കുക. അതായത് മീനുവിനെ 2 പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീനു മതി. അപ്പോൾ കുറച്ചാൽ 19 കിട്ടും. 22ാമത്തെ ക്വസ്റ്റ്യന്. കണ്ണൂരിൽ 23/2/2025 ആരംഭിക്കുന്ന പുസ്തകമേള 12 ദിവസം നീണ്ടു നിൽക്കും. എങ്കിൽ പുസ്തകമേള അവസാനിക്കുന്ന തീയതി ഏത്? മാർച്ച് 6. കണ്ടെത്തി. ഫെബ്രുവരിയിൽ 28 ദിവസമാണുള്ളത് അല്ലേ. ഫെബ്രുവരിയിൽ 23 മുതൽ 28 വരെ 6 ദിവസമുണ്ട്. പിന്നെ 1 മുതൽ 12 ദിവസമല്ലേ. 1 മുതൽ 6 അങ്ങനെ 6ഉം 6ഉം 12. അങ്ങനെ മാർച്ച് 6. ചിത്രത്തിൽ കാൽഭാഗം സൂചിപ്പിക്കുന്നത് ഏത്? ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. ഫസ്റ്റത്തത് 1/2 ആണ്. ബി 3/4, സി 3/4, ഡി 1/4 ആണ്. ആൻസർ ഡി 1/4. 7:40 പുറപ്പെടേണ്ട തീവണ്ടി 20 മിനിറ്റ് വൈകിയാണ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത്. ദിവസം 13:20 തൃശ്ശൂരിൽ എത്തിച്ചേർന്നു. ഈ തീവണ്ടി യാത്രക്കെടുത്ത സമയം എത്ര? 20 മിനിറ്റ് വൈകിയാണ് പുറപ്പെട്ടത്. അപ്പോൾ പുറപ്പെട്ടത് 8 മണിക്കാണ്. 8 മണി മുതൽ 12 മണി വരെ 12 AM വരെ എത്ര മണിക്കൂറാണുള്ളത്? 4 മണിക്കൂർ. അതുപോലെ 13:20 എങ്ങനെ എഴുതാ? 1:20. രാവിലെയുള്ള 4 മണിക്കൂറും ഉച്ചയ്ക്ക് ശേഷമുള്ള 1:20 കൂട്ടുക. അപ്പോൾ 5:20 കിട്ടും. 5 മണിക്കൂറും 20 മിനിറ്റും. പിന്നെ എൻ്റെ മക്കളോട് പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. കൂടാതെ 5, 7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ എന്നീ വിഷയങ്ങളും നൽകുന്നുണ്ട്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വ്യാഴാഴ്ചയാണല്ലേ എക്സാം. എല്ലാ കുട്ടികളും ജയിക്കും കേട്ടോ. എല്ലാവർക്കും വിജയാശംസകൾ. മക്കൾക്ക് ഈ മാത്സ് ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു.